അല്ല 1 മിനിറ്റ് നേരത്തെ പറഞ്ഞു നീ ഇന്നിപ്പോ ഇതിന് ഉപയോഗിച്ച് എത്ര കണ്ടന്റ്? ഞാൻ ഇന്ന് 50 കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. അല്ല കുറച്ച് കുറക്കാവൂ? ഇല്ല കുറക്കണ്ട, 50 എണ്ണം തന്നെ. 51 കഴിഞ്ഞു, 51. എത്ര മെമ്മറി? ഇതിൽ മെമ്മറി 120 ഇൻബിൽഡ് മെമ്മറി ഉണ്ട്. സാധാരണ മെമ്മറി കാർഡ് ഏതിലും ഉണ്ടാവില്ല, പക്ഷെ ഇതിലുണ്ട്. പിന്നെ ഇതിലൊരു മെമ്മറി കാർഡ് ഞാൻ എൻ്റെ DJൻ്റെ പോക്കറ്റ് 3 ഉണ്ടല്ലോ, അതിലെ കാർഡ് എടുത്ത് ഇതിലേക്ക് മാറ്റിയിട്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഞാൻ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇന്നലെ 24 മണിക്കൂർ ഡ്യൂട്ടി എടുത്ത് ഈ കണ്ണ് സുഖമില്ലാതെ 24 മണിക്കൂർ ഡ്യൂട്ടി എടുത്തു. കുഴപ്പമില്ല, ഉറങ്ങി, അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉറങ്ങി. ഞാൻ ഫോൺ അധികം ഉപയോഗിക്കില്ല. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും, പക്ഷെ ഫോൺ അധികം ഉപയോഗിക്കില്ല. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഇതാണ്. എന്നിട്ട് എന്ത് ചെയ്ത് ഞാൻ രാവിലെ വേറൊരു സ്ഥലത്ത് സുന്നത്ത് കർമ്മവും ചെയ്ത് അത് വഴി തെറ്റി വന്നപ്പോൾ ആ ബീച്ചിൻ്റെ പരിസരത്ത് ഇരുന്നിട്ട് 50 കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട വലിയ കണ്ടന്റാണ്. ചെറിയ കുഞ്ഞു ടിപ്സാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ചെയ്തത് എന്താണ്, ഹെൽത്ത് ചലഞ്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൽ 14 ഡേ നിനക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. ഞങ്ങളുടെ ബാച്ചിൻ്റെ സംഘവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചലഞ്ച് ഉണ്ട്. അത് നിനക്ക് ഇഷ്ടമുണ്ടാവില്ല എന്ന് എനിക്കറിയാം, പക്ഷെ മിണ്ടരുത്. ഓക്കെ, അത് ഞാൻ നിന്നോട് മിണ്ടുന്നില്ല. എന്നാലും 14 ഷൂട്ട് ചെയ്തു. പിന്നെ 21 ചലഞ്ച് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻഷൻ ടിപ്സ്. 21 ചലഞ്ച്. പിന്നെ 14 ചലഞ്ച് മെഡിറ്ററേനിയൻ ലൈഫ് സ്റ്റൈൽ ചലഞ്ച്. അതിനെക്കുറിച്ച് 14 മെഡിറ്ററേനിയൻ ജീവിതശൈലിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ എളുപ്പം സാധ്യമാവുന്നത്? അതിനാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അല്ല, നിങ്ങൾ ഇങ്ങനെ നിർത്താതെ സംസാരിക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡോക്ടർ എന്തോ പറഞ്ഞു നിർത്താതെന്ന് പറഞ്ഞാല്, ഇതിപ്പോ നിർത്താതെ പറഞ്ഞാൽ ലൈവ് വിടാത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഗിന്നസ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തി ആ ഒരു പ്രശ്നം ഉണ്ട് ഇപ്പൊ. പക്ഷെ അധികം സംസാരിച്ചാല് പാടില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. താങ്കൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്? ഇത് ഞാൻ അപ്ലോഡ് ഇപ്പം എനിക്ക് കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഫോൺ ഒരു 20 മിനിറ്റ് നോക്കിയാൽ പിന്നെ 50 മിനിറ്റ്. ഇപ്പം എൻ്റെ ഫോണ് ഡിജിറ്റൽ ഡീറ്റോക്സ് വെച്ച് പൂട്ടിയിട്ടിരിക്കുക. പിന്നെ ഡിജിറ്റൽ ഡീറ്റോക്സ് വെച്ച് പൂട്ടിയിട്ടിരിക്കുക. ഞാൻ കൂടുതൽ കണ്ണിന് സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറഞ്ഞ ആപ്പ് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നോക്കിയാൽ പിന്നെ ഒരു അരമണിക്കൂർ ഓഫ് ആക്കിയിട്ടേക്കും. പിന്നെ നോക്കൂല. നമുക്ക് പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അല്ല അത് കേൾക്ക്, ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം 30 ദിവസമായിട്ട് ഞാൻ ന്യൂസ് തന്നെ കണ്ടിട്ടില്ല. അതൊന്നും കാര്യമില്ല നമുക്ക്. ഇല്ല പക്ഷെ 16 ഓൺലൈൻ കോഴ്സുകൾ ഞാൻ പൂർത്തീകരിച്ചു. ഇല്ല അതിലേറെ കൂടിയുള്ളൂ, കുറയൂല. 16 എണ്ണം പൂർത്തീകരിച്ചതാ, 50 എണ്ണത്തോളം ചേർന്നിട്ടുണ്ട്. യുഡേമിയില് മാസം 1000 കൊടുത്താൽ നിങ്ങൾക്ക് 26,000-ഓളം കോഴ്സ് ചെയ്യാം. ലൈഫ് സ്റ്റൈൽ മെഡിസിന്, പൾമണറി മെഡിസിന്, നെഫ്രോളജി, ന്യൂറോളജി, കാർഡിയോളജി, പ്രിവെന്റീവ് കാർഡിയോളജി, ക്ലിനിക്കൽ കാർഡിയോളജി, NLP, ലൂസിഡ് ഡ്രീമിങ്, പിന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഒന്നും നിർത്തി പറഞ്ഞ കാര്യത്തിലേറെ ഞാൻ ചെയ്തത്. അപ്പൊ നമുക്ക് അസാധ്യമെന്ന് വിചാരിക്കുന്ന പലതും നമുക്ക് സാധ്യമാണ്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, നമ്മളെ ജീവിതത്തിന് നമ്മൾ വാല്യൂ കൊടുക്കണം. പിന്നെ നമ്മുടെ ടൈമിന് നമ്മൾ വാല്യൂ കൊടുക്കണം. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും നമ്മോട് മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ള ലക്ഷ്യം വേണം. നിങ്ങളുടെ കറൻസിയേക്കാളും വാല്യൂ നിങ്ങളുടെ സമയത്തിനുണ്ടെന്ന് തിരിച്ചറിയും. എനിക്കിപ്പോൾ പൊളിറ്റിക്കൽ ന്യൂസ് ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഇതെന്താ ഈറ്റിങ്ങളെ യൂസ്ലെസ് കാര്യം നോക്കി നിൽക്കുന്നത്? പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഈ റിലീജിയസ് ആയിട്ടുള്ള തർക്കങ്ങളോ ഇതൊക്കെ വെറുതെ അൺനെസസറി കാര്യങ്ങളാണ്. അതിലൊന്നും തർക്കിക്കേണ്ട കാര്യമല്ല. പഠിച്ചവൻ്റെ കാര്യത്തിലൊന്നും ഒരിക്കലും തർക്കിക്കാൻ പാടില്ല. പറയാൻ മനസ്സിലായില്ലേ? ഇതൊക്കെ വലിയ നമ്മുടെ ജീവിത ലൈഫ് സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തർക്കങ്ങളാണ്. അപ്പം നമ്മുടെ സമയം, നമ്മളാണ് സൂപ്പർ സ്റ്റാർ എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മറ്റെല്ലാം നിസ്സാരം. പിന്നെ ഇനി ഞാൻ വേണമെങ്കിൽ ഈ സമയത്ത് ചെയ്ത കോഴ്സുകളെ കുറിച്ച് വേറൊരു കാര്യം പറയട്ടെ. താങ്കൾ നേരത്തെ എനിക്ക് തന്ന ക്യാമറ വളരെ ഉപകാരം. ഓക്കെ, ഞാൻ എന്തുണ്ടായാലും ഉപകാരമുള്ളതേ ആൾക്കാർക്ക് ചെയ്യുള്ളൂ. അപ്പോ ഉപദ്രവം നമ്മൾ ചെയ്യൂല. അറിയാണ്ട് പറ്റി പോവുകയാണെങ്കിൽ ആർക്കും മനുഷ്യനാണ്. DJIയുടെ ആ ക്യാമറയും വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്, ആക്ഷൻ ക്യാമറയും. അപ്പോൾ ഏതായാലും ക്യാമറയെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് അല്ല, ഈ ക്യാമറ ഞാൻ വാങ്ങുന്നത് ഒരു ക്യാമറ വാങ്ങാൻ വേണ്ടിയല്ല. എൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം ഉപയോഗപ്പെടുത്താം. മാക്സിമം ഇതിനിപ്പോൾ ഒരാളാക്കാന്നൊന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കൂല. കാരണം ഇതിൽ നിന്നൊരു വരുമാനമൊന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ.
അപ്പോൾ വരുമാനം കിട്ടാതെ സ്ഥിതിക്ക് ഇതാക്കാൻ നടക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മളൊരു പേഴ്സണൽ നമ്മളെ ഒരു അസിസ്റ്റൻ്റ് ആണ് ഈ AI ബേസ്ഡ് ആയിട്ടുള്ള ഈ 360 ക്യാമറയും. പിന്നെ ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് 18 മണിക്കൂറുള്ള ക്ലാസ് 9 മണിക്കൂർ കൊണ്ട് × 2 സ്പീഡിൽ ഞാൻ തീർത്തിട്ടുണ്ട് ഈ എൻ്റെ ഈ റെസ്റ്റ് ടൈമിൽ. അതെനിക്ക് വളരെ ഗിന്നസ് ബുക്കിലാവാനൊന്നും പേരല്ല. നമ്മുടെ തലയിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ നല്ല നോളജ് കൊണ്ട് ബേസ് ഉണ്ടാക്കുക തലയിൽ. അല്ല ഇതിന്റെ അടുത്ത് രോഗികൾ വന്നവരെ നോക്കാനുള്ള ഇത് രോഗികൾ വരുന്നില്ലല്ലോ, 21 ദിവസം ഞാൻ റെസ്റ്റിലല്ലോ. ഇപ്പം പിന്നെ ഞാൻ യാത്ര ചെയ്യുമ്പോഴേ കേൾക്കുള്ളൂ. ആ പീരീഡ് കഴിഞ്ഞാരാ ഇപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ഒരു ലൈഫ് സ്റ്റൈൽ മെഡിസിൻ്റെ ഒരു കോഴ്സ് കേട്ടുകൊണ്ടാണ് വന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് പാട്ട് കേൾക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കുറച്ച് ഉറങ്ങണം നമ്മളെപ്പോഴും. അപ്പോൾ ഈ ക്യാമറയെ കുറിച്ച് നമുക്ക് ഒരു കവിത എങ്ങനെ എഴുതിയാൽ? കവിത നമുക്ക് ChatGPT വഴി അല്ലെങ്കിൽ സുനോ AI വെച്ചിട്ട് എഴുതാം. നമ്മളായിട്ട് എഴുതണ്ട. സത്യം പറഞ്ഞാൽ ഇവനൊരു മുത്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ആയിക്കോട്ടെ. അപ്പോൾ ഓക്കെ. എനിക്ക് അധികം ചിരിക്കാൻ പറ്റില്ല. ചിരിച്ചാൽ കണ്ണിൽ വരും. ഓക്കെ, ഓവർ ചിരിക്കാൻ പറ്റില്ല. തൽക്കാലം അവിടെ ഓക്കെ.